അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ 3 വയസ്സുകാരി അച്ഛൻ്റെ ബന്ധുവിൽ നിന്ന് നേരിട്ടത് ക്രൂരപീഡനം. മരണത്തിൻ്റെ തലേന്നും കുട്ടി പ്രകൃതിവിരുദ്ധ പീഡനം നേരിട്ടതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കുട്ടിയുടെ അച്ഛൻ്റെ ബന്ധുവിനെ പുത്തൻകുരിശ് പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൻ്റെ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുക്കുകയും ചെയ്തു. സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് 3 വയസ്സുകാരിയെ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതിന് പിന്നാലെ പുറത്തു വരുന്നത്. കുട്ടി പീഡനത്തിനിരയായെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുത്തൻകുരിശ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പീഡനത്തിന് പിന്നിൽ കുട്ടിയുടെ അച്ഛന്റെ സഹോദരനാണെന്ന് വ്യക്തമായത്. ഇതിൽ നിർണായകമായത് അമ്മയിൽ നിന്ന് ലഭിച്ച ചില വിവരങ്ങളും. കേസിന്റെ അന്വേഷണത്തിന് നിയോഗിച്ച ആലുവ പുത്തൻകുരിശ് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം നടത്തിയ മാരത്തോൺ ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. ബലാത്സംഗം, അടുത്ത ബന്ധം ദുരുപയോഗം ചെയ്തുള്ള ലൈംഗിക അതിക്രമമടക്കമുള്ള കുറ്റം ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. 1.5 വർഷമായി താൻ കുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനടക്കം ഇരയാക്കിയതായാണ് പിതൃസഹോദരൻ കുറ്റസമ്മത മൊഴിയിൽ പറഞ്ഞത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി കൊല ചെയ്യപ്പെടുന്നതിന്റെ തലേ ദിവസവും പീഡനത്തിന് ഇരയായിരുന്നതായും കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവും രക്തസ്രാവവും ഉണ്ടായിരുന്നതായും സൂചിപ്പിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തും. പ്രതിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ ഇയാൾ ലൈംഗിക വൈകൃതമുള്ള ആളാണെന്ന സൂചനയും ലഭിച്ചു. ഇതേസമയം കുട്ടിയുടെ അമ്മയെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ അമ്മയെ വിട്ടു നൽകിയിട്ടുണ്ട്. കൊലപാതകത്തിന് പിന്നിൽ പീഡനവും കാരണമായിട്ടുണ്ടോ എന്നതും അന്വേഷണ സംഘം പരിശോധിക്കും. ഇതേസമയം കുട്ടിയുടെ വീട്ടിലും പിതൃസഹോദരന്റെ വീട്ടിലും ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.